ഇന്ന് അമ്മയുടെ വീട്ടിൽ വന്നപ്പോൾ ഉള്ള കാഴ്ചകൾ കുറച്ച് വീഡിയോയിലാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇവിടുത്തെ നല്ലൊരു തെറ്റിച്ചെടിയാണ്. എപ്പോഴും പൂവുണ്ടാവും. ഇതിനങ്ങനെ സീസണൊന്നുമില്ല, എപ്പോഴും പൂ പൂക്കും. തൊട്ടങ്ങപ്പുറത്തെ വീട്ടിലായിട്ടൊരു വലിയ മാവുണ്ട്, കാണുന്നുണ്ടോ? ഇതിൽ സീസണിലൊക്കെ മാവ് പൂക്കുമ്പോൾ മാങ്ങ കായ്ക്കുമ്പോൾ നമ്മളത് എപ്പോഴാ താഴെ വീഴും എടുക്കാമെന്ന് വിചാരിക്കും. കാരണം ഇതിൻ്റെ മാങ്ങ പുളിശ്ശേരി വയ്ക്കാൻ നല്ല ടേസ്റ്റാണ്. മാമ്പഴ പുളിശ്ശേരിക്ക് ഇടയ്ക്ക് കിട്ടിയിരുന്നു. പറിക്കാനൊന്നും ഇവിടെ ആളില്ല, താനേ വീഴുമത്, പഴുത്ത് വീഴും. ഇതോ ഇവിടെ വീഴും. ഇപ്പോൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ അങ്ങനെ ചതഞ്ഞ് പോയിട്ടുണ്ട്. ഇതൊന്നും കൊള്ളില്ല. നല്ലത് ഉണ്ടെങ്കിൽ എടുക്കും. തല്ലുവിടാതെയൊക്കെ വീഴില്ലേ, അങ്ങനെ വല്ലതുണ്ടെങ്കിൽ. നമ്മളൊക്കെ എത്ര നട്ടാലും തെളുക്കാത്ത ചില ചെടികളൊക്കെ ഇതാ അവിടെ താനേ മുളച്ച് വരുന്നുണ്ട്. അത് വെള്ളരിയാണോ പുയനിക്കയാണോ എന്ന് എനിക്കറിയില്ല. ആ മാവിലൊരു കോവലും പടർന്നു വരുന്നുണ്ട്, കണ്ടോ? ഇതാണ് വീടിന് മുമ്പിലുള്ളൊരു ഇടവഴി. ഞങ്ങൾക്കതാ ഫ്രണ്ടിൽ അങ്ങോട്ട് വേറെ ഒരു കണക്ഷനുണ്ട്, ഒരു ഗേറ്റുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ വീടിന് മുമ്പിലായിട്ടൊരു ഗേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ ഇങ്ങനെയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതങ്ങോട്ട് പോവാം അതുവഴി. ഇങ്ങോട്ടൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. താഴെ അതങ്ങ് താഴെ പോവും. നമ്മുടെ വീടിരിക്കുന്നത് അല്പം ഒരു പൊങ്ങിയ സ്ഥലത്താണ്. കാണാൻ നന്നായിരിക്കും ഇത്. അപ്പോൾ ഇവിടെ വീഴുന്ന മാങ്ങകളാണ് നമ്മൾ പറക്കാറുണ്ട്. ചിലപ്പോൾ അങ്ങപ്പുറത്തെ വീട്ടിൽ ആ മാങ്ങ പറിക്കുമ്പോൾ നമുക്ക് തരാറുണ്ട്. എന്നാലും ചിലതൊക്കെ പഴുത്തങ്ങ് തൊഴിയും. അപ്പോൾ അതൊക്കെ നമ്മളെടുക്കും. അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് അമ്മ ഇതവിടെ എന്തോ ഉണങ്ങാനിട്ടിരിക്കുകയാണ്. എന്താണ് സംഭവം? അവരയ്ക്ക ആ മോറിലിട്ട് ഉണങ്ങാനിട്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ മോൾ എന്തോ പാട്ടിട്ട് കേട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം. ഇത് കോപ്പിറൈറ്റ് ആവുമോയെന്ന് എനിക്കറിയില്ല. കുറേ ചക്കയുണ്ട്, അത് കാണിച്ചു തരാം. ഈ തെറ്റിപ്പോവില്ലേ, അതിന് അരികിൽ തന്നെ ഒരു മൂട് പ്ലാവുണ്ട്. അതിൽ എല്ലാ കൊല്ലവും ഒന്ന് രണ്ടെണ്ണമൊക്കെ കായ്ക്കും. പക്ഷേ ഈ പ്രാവശ്യം ഇതാ കുറച്ച് 4-5 എക്സ്ട്രാ ഉണ്ട്. വരിക്കയാണ്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഒന്ന് പറിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ ആശയ്ക്ക് വേണ്ടി അമ്മ ഒരു അവിയൽ ചെയ്തു തരാമെന്ന് പറഞ്ഞ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വീഡിയോ കൂടെ ഇതിൽ ചേർത്തിടാം. ഇത് അയ്യപ്പൻ്റെ ഒരു ഭൂതഗണമാണ്. ഈ വീട് ചെയ്യുന്ന സമയത്ത് നമുക്കങ്ങനെ ഒരാളിങ്ങനെ പറഞ്ഞു, അയ്യപ്പൻ്റെ ഒരു ഭൂതഗണം ഇവിടെ ഉണ്ട്, അവർക്കൊരു സ്ഥാനം കൊടുക്കണമെന്ന്. അങ്ങനെ ആദ്യം ഇത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീട് പണി തുടങ്ങിയത്. ഇതതിന് തൊട്ടരികിലുള്ളൊരു ചെമ്പരത്തി ചെടി, അതും എപ്പോഴും പൂക്കും. ഇത് അച്ഛൻ്റെ ചെറിയൊരു ഗാർഡൻ, വെജിറ്റബിൾ ഗാർഡൻ. ഇവിടെയൊക്കെ ആദ്യം നിറയെ മുല്ലച്ചെടിയായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പോൾ തുളസിയാക്കിയിരിക്കുകയാണ്. ഇതാണ് കോവയ്ക്ക് നിൽക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? രാവിലെ അച്ഛൻ കുറേ പറിച്ചു. ഇതൊന്നും അച്ഛൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല. അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ പറിക്കാം. അച്ഛൻ ഇതൊന്നും കണ്ടില്ല. അപ്പോൾ ഇത് കോവൽ വള്ളി ഇങ്ങനെ പോവുകയാണ്. അതിനൊപ്പം തന്നെ ഇവിടെ ഒരു പാവലും കൂടെ വളർന്നു വരുന്നുണ്ട്. ഇത് അച്ഛൻ ഇട്ട് കൊടുത്ത പന്തലാണ് പാവലിന് വേണ്ടി സ്പെഷ്യലായിട്ട്. ഇത് കോവലിങ്ങനെ ഈ കൊടിയിലിങ്ങനെ വളരുകയാണ്. കുറേ ഉണ്ട്. ഇതാ കണ്ടോ, 3, ഇനി ഒത്തിരി ഉണ്ട്. നല്ലൊരു മീറ് കടിച്ചു. മീറുണ്ട്, നോക്കി വേണം വരാണ്ട. അച്ഛനതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. നിറയെ ഒത്തിരി നിൽക്കുകയാണ് കോവയ്ക്ക. എൻ്റെ മീറ് കടിച്ചു, ദൈവമേ. ഇതാ കുറേയൊക്കെ പറിച്ചിവിടെ വയ്ക്കുകയാണ്. ബാസ്ക്കറ്റൊന്നും എടുത്തുകൊണ്ട് വന്നില്ല. എൻ്റെ കയ്യിൽ മേറ്
അങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ് കോവല്. ഇത് പക്ഷേ പിഞ്ച് പോയി പറിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെള്ളരി കഴിക്കൂലേ, അതുപോലെ തന്നെ ആയിരിക്കും. ഇതൊരു തുളസിക്കാടെന്നോ കോവയ്ക്കക്കാടെന്നോ എങ്ങനെ വേണോ പറയാം. ഉണ്ടായിരുന്നു ആദ്യം. അപ്പോഴും പയറും ഒത്തിരി കായ്ച്ചിട്ടുണ്ട്. അച്ഛൻ എന്ത് നട്ടാലും തെളുക്കും, നന്നായിട്ട് കായ്ക്കും. 2 കോവയ്ക്ക കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് പറിക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് വിളഞ്ഞു പോയി. ഇനി ഒരു ബാസ്ക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിലാക്കാം. ഇപ്പോൾ പറിച്ച് വെച്ചിരിക്കുന്നതിന് അതിലിട്ട് കൊടുക്കാം. തീരെ മോശമല്ല, എനിക്ക് ഇത്രയും കിട്ടി. അച്ഛൻ രാവിലെ ഇതുപോലെ കുറേ പറിച്ചതാണ് കേട്ടോ. പക്ഷേ അതാ വീണ്ടും ഇത്രയും കൂടെ കിട്ടി. ഓക്കെ, നമുക്കിനി ചക്ക ചെയ്യുന്നത് നോക്കാം. ഈ ചക്കയും മീനുമാണ്. ചക്കപ്പണിയുണ്ട്, എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഇതാ ചക്ക കുറച്ച് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി അമ്മ കുറച്ച് വയ്ക്കുകയാണ്. അല്ലാതെ ഇവിടെ ആർക്കൊന്നും ചക്കയൊന്നും ഡെയിലി ഒന്നും കഴിക്കാൻ വയ്യുന്നുണ്ട്. ഇതാ കുറച്ച്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ചക്കക്കുരു വേവിക്കാനിടണം. ഒരു 10 ചക്കക്കുരു എടുത്ത് അമ്മ വേവിക്കാൻ ഇട്ടിരിക്കുകയാണ്. അതിനുള്ള കൂട്ടിനുള്ള ചേരുവകളാണ്: ഒരു 4-5 വെളുത്തുള്ളി, 1 സ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില. ഇത് ഇത്രയും ഇട്ട് ആദ്യം ഒരടി അടിക്കണം. അതിൽ കൂടെ ഒരു അരമുറി തേങ്ങ കൂടെ ചിരകിയത് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒരു കറക്ക് തന്നെയാണ്. തീരെ അരയാൻ പാടില്ല. നമ്മൾ തോരനൊക്കെ ചെയ്യില്ലേ, അങ്ങനെ. ഞാനിതൊക്കെ ചെയ്യുമ്പോൾ അരയ്ക്കാനേ പോകാറില്ല. വെറുതെ അങ്ങ് നല്ല തുരുവുന്ന തേങ്ങയില്ലേ, അതങ്ങനെ ഇട്ട് കൊടുക്കും. അമ്മ പക്ഷേ മിക്സിയിലിട്ട് ഒരു കറക്ക് കറക്കാറുണ്ട്. ഇപ്പോൾ എന്നിട്ട് 1 സ്പൂൺ റെഡ് ചില്ലി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ജസ്റ്റ് ഒരു കറക്ക്, ഇത്ര തന്നെയാണ്. ചക്കക്കുരു നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ചട്ടി വളരെ ചെറുതായി പോയെന്ന് പറഞ്ഞാൽ അമ്മ വേറൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ പുറത്ത് ഈ ചക്ക ചുളയില്ലേ, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഉപ്പും ഈ അരച്ച കൂട്ടും ഇട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അത്ര തന്നെയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ശരിക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ, അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് 1 സ്പൂണോ 2 സ്പൂണോ, വെളിച്ചെണ്ണ കുറച്ച് കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് അടച്ച് വയ്ക്കുക. അത്ര തന്നെയാണ്. ചക്ക അവിയൽ റെഡി. പിന്നെ ഇതിനിടയ്ക്ക് അമ്മ മീനും കഴുകിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇത് വലിയ കണ്ണൻ കുഴികളാണ്. എനിക്കും അമ്മയ്ക്കും മോക്കും വേണ്ടി മാത്രം ഒരു നേരത്തേക്ക്. സോ നമുക്ക് ഇത്രയും ധാരാളം മതി. അച്ഛനൊന്നും കഴിക്കില്ല. അപ്പോൾ അങ്ങനെ ഇതും റെഡിയായി. ഇപ്പം നമുക്ക് കാണാം, അതിൻ്റെ കറി വെച്ചത് കാണാം. കണ്ടോ, കൂട്ടാൻ മീൻ കറി റെഡി. നമുക്കിനി കഴിക്കേണ്ടതാണ്.
സെൽഫ് മേക്കപ്പ്, വിഷ്ണുവിൻ്റെ സെൽഫ് മേക്കപ്പ് കരിപ്പൂച്ച പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ചക്ക അവിയൽ, ചൂട് കഞ്ഞി, ഈ കോമ്പിനേഷനാണ് എനിക്ക് ഏറെ ഇഷ്ടം. പിന്നെ മീനുള്ള കാരണം അതൊന്നും നോക്കിയില്ല. അന്നത്തെ ഉച്ചഭക്ഷണം കുശാലായിരുന്നു. വീട്ടിലും പോകണം എന്നുള്ള ആ ഒരു ധൃതിയിൽ നേരത്തെ അന്ന് ആഹാരം കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ഇന്നത്തേക്ക് ഇത്ര തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും വിശേഷങ്ങളുമായി അടുത്ത് കാണും വരെ ബൈ ഫോർ നൗ.